Students, welcome back to my class. So today we were going to discuss about codon assignment, that is deciphering or cracking of the genetic code. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറ്റിക് കോഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു 1950s ഒക്കെ ആയ സമയത്ത് ഈ ജനറ്റിക് കോഡിൻ്റെ ട്രിപ്ലറ്റ് നാച്ചർ, അതായത് മൂന്നെണ്ണമായിട്ട് നിൽക്കാൻ ട്രിപ്ലറ്റ് ആണെന്നുള്ളത് എന്താണ് കോഡോൺസ് ട്രിപ്ലറ്റ് നാച്ചർ എന്നുള്ളത് ഓൾമോസ്റ്റ് റിവീൽഡ് ആയിരുന്നു. ഹവർ അതിന് എന്താണ് അവർ ഏതൊക്കെ ആ ഓരോ കോഡോണും ഏതൊക്കെ അമിനോ ആസിഡിനെയാണ് സ്പെസിഫൈ ചെയ്യാമെന്ന് അറിയണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ കോഡോൺസ് ഏത് അമിനോ ആസിഡിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അറിയണ്ടായിരുന്നില്ല. അതിലൊക്കെ ഒരുപാട് റിസർച്ച് അവിടെ ഉണ്ടായി. അതൊക്കെയാണ് നോക്കുന്നത് ഈ ക്ലാസ്സിൽ. സോ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ അവിടെ വന്നത്, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവന്നത് മെയ്ഡ് ബൈ ഇൻവിട്രോ സിന്തസിസ് ഓഫ് എ പോളിപെപ്റ്റൈഡ് ബൈ മാർഷൽ ഡബ്ല്യു നീരൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും മാർഷൽ ഡബ്ല്യു നീരൻബർഗും അദ്ദേഹത്തിൻ്റെ ടീമും കൂടിയിട്ട് ഇൻവിട്രോ ആയിട്ട് mRNA പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്തു. ഓക്കെ, ഒരു പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്തു 1961 യൂസിങ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് mRNA. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് mRNA യൂസ് ചെയ്തിട്ട് mRNA ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. അത് യൂസ് ചെയ്തിട്ട് പോളിപെപ്റ്റൈഡിനെ ഇൻവിട്രോ ആയിട്ട് സിന്തസൈസ് ചെയ്തു. സോ ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് mRNA എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ദാറ്റ് ഇറ്റ്സ് ബേസ് സീക്വൻസ് ഇസ് ഓൾറെഡി നോൺ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഒരു mRNA ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരിക്കും, അതിൻ്റെ ബേസ് സീക്വൻസ് നമുക്ക് അറിയും. ഓക്കെ, നീരൻബർഗും അദ്ദേഹത്തിന് അസോസിയേറ്റ്സും ഈ വർക്ക് 2 സ്റ്റേജിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു വെച്ചാൽ, നീരൻബർഗ്, സെവറോ ഒക്കോവ പിന്നെ അവരുടെ കൊളീഗ്സ് എന്ത് ചെയ്തു, ലോങ് ആർട്ടിഫിഷ്യൽ mRNAസിന് എന്ത് ചെയ്തു ഉണ്ടാക്കി. എന്നിട്ട് അവർ ഡിറ്റർമൈൻ വിച്ച് അമിനോ ആസിഡ്സ് ദിസ് mRNAs കുഡ് ഇൻകോപ്പറേറ്റ് ഇൻ ടു പ്രോട്ടീൻസ്. എന്നിട്ട് അവർ ഡിറ്റർമൈൻ ചെയ്തു വിച്ച് അമിനോ ആസിഡ് ദിസ് mRNAs ഏത് അമിനോ ആസിഡിനെയാണ് പ്രോട്ടീൻസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ സ്പെസിഫിക് mRNA കോഡോൺസ് സിന്തസൈസ് ചെയ്തു. അവർ ഡിറ്റർമൈൻ ദ അമിനോ ആസിഡ് tRNA ടു വിച്ച് ഈച്ച് ഓഫ് ദം കുഡ് ബൈൻഡ്. mRNA കോഡോൺസിന് സിന്തസൈസ് ചെയ്തിട്ട് അവർ ഏത് അമിനോ ആസിഡ് ടിആർഎൻഎനായിട്ടാണ് ഇവർ ബൈൻഡ് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തു. ഓക്കെ, സോ ദ ആർട്ടിഫിഷ്യൽ സിന്തസിസ് ഓഫ് ലോങ് ചെയിൻ mRNAs were made easy by the discovery of enzyme polynucleotide phosphorylase. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അങ്ങനെ പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, അത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ mRNA ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഒരു എൻസൈമാണ്, പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ആണ് കണ്ടെത്തിയത്. ഗ്രൺബർഗ്, മെനാഗോ ആൻഡ് ഒക്കോവ ആണ് 1955. ഈ എൻസൈമിൻ്റെ ഡിഫറൻസ് എന്താണ്, RNA പോളിമറേസ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ DNA ആസ് എ ടെംപ്ലേറ്റ്. ശരിക്കും RNA ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഒരു DNA ടെംപ്ലേറ്റ് വേണമല്ലേ. പക്ഷേ ഈ എൻസൈമിന് പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസിന് അങ്ങനെ ഒരു DNA ടെംപ്ലേറ്റിന് ആവശ്യമില്ല. സോ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിലാവുമ്പോൾ ഈ എൻസൈം എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ പോളിമറൈസ് ഡൈഫോസ്ഫേറ്റ് ന്യൂക്ലിയോട്ടൈഡ്സ് ഫോമിങ് എ ലോങ് സിംഗിൾ സ്റ്റാൻഡേർഡ് പോളിന്യൂക്ലിയോട്ടൈഡ്. അത് എല്ലാ ബാക്ടീരിയയിലും കാണുന്നുണ്ട്. പിന്നെ 1961 എന്തുണ്ടായെന്ന് വെച്ചാൽ, 1961 നീരൻബർഗ് ആൻഡ് JH മത്തായി, ഈ നീരൻബർഗും JH മത്തായി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് mRNA പോളിന്യൂക്ലിയോട്ടൈഡ്സിന് അവരുടെ ബേസ് സീക്വൻസ് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ സിന്തസൈസ്ഡ് ആയുള്ള mRNA പോളിന്യൂക്ലിയോട്ടൈഡ്സിൻ്റെ ബേസ് സീക്വൻസ് അറിയാം. അവരെ എന്ത് ചെയ്തു, സെൽ ഫ്രീ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തു. എസ്റ്റിഷ്യ കോളയുടെ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു, ഈ mRNA പോളിന്യൂക്ലിയോട്ടൈഡ്സിനെ അവർ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരെന്താ ചെയ്തത്, ആൻഡ് ദേ സ്റ്റഡീഡ് ദ ഇൻകോപ്പറേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ടു പ്രോട്ടീൻസ്. അവർ അതിൽ നിന്ന് അമിനോ ആസിഡ്സ് ഉണ്ടായിട്ട് പ്രോട്ടീൻസ്ക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റഡി ചെയ്തു. സെൽ ഫ്രീ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റൈബോസോംസ്. ആ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള റൈബോസോംസ്, tRNA, അത് നിങ്ങൾ പിന്നെ പഠിക്കും എന്തൊക്കെയാണ് പ്രോട്ടീൻ സിന്തസിന് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. tRNA വേണം, റൈബോസോമിലാണ് പ്രോട്ടീൻ ഉണ്ടാവുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. റൈബോസോംസ്, tRNA, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, എൻസൈംസ് എല്ലാം വേണം ഈ പ്രോട്ടീൻ സിന്തസിന്. അപ്പോൾ അങ്ങനെ ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ mRNAയും കൊടുത്തു. ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ദി സെൽ ഓഫ് ഈക്കോളൈ ആൻഡ് ദെൻ സെപ്പറേറ്റിംഗ് ഇറ്റ്സ് പ്രോട്ടീൻ സിന്തറ്റിക് കമ്പോണൻസ്. എങ്ങനെയാണ് ഇതൊക്കെ എടുത്തതെന്ന് വെച്ചാൽ, ഈക്കോളയുടെ സെല്ല് ബ്രേക്ക് ഡൗൺ ചെയ്തു, എന്നിട്ട് അതിൻ്റെ പ്രോട്ടീൻ സിന്തറ്റിക് കമ്പോണൻസിനെ എടുക്കുകയാണ് ചെയ്തത് സെൻട്രിഫ്യൂഗേഷൻ വഴി. ഈ പ്രോസസ്സിൽ mRNA ഓഫ് ഈക്കോളൈ ഗെറ്റ്സ് മെക്കാനിക്കലി ആൻഡ് എൻസൈമാറ്റിക്കലി ഡിഗ്രേഡ്. അവിടുത്തെ ഈക്വളുടെ mRNA ഡീഗ്രേഡ് ചെയ്തു. സെൽഫ് ഫ്രീ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റത്തിൽ പറയുമ്പോൾ അവിടെ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് കണ്ടെയ്ൻസ് വെർച്വലി ഓൾ കമ്പോണൻസ്, എല്ലാ കമ്പോണൻസും അതിലുണ്ട്. പ്രോട്ടീൻ സിന്തസിന് ആവശ്യം എല്ലാ കമ്പോണൻസും ഉണ്ടായിരുന്നു എക്സെപ്റ്റ് mRNA. നമ്മൾ ഇതിനെ ആർട്ടിഫിഷ്യൽ സിന്തസൈസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദ സെൽഫ് ഫ്രീ സിസ്റ്റം ഹാസ് അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് ഈസ് ഷോർട്ട് ലിവിങ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ് എഫിഷ്യൻറ്റ് ഇൻ ട്രാൻസ്ലേഷൻ. ആണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നീരൻബർഗ് ആൻഡ് ഹിസ് ടീം ആർട്ടിഫിഷ്യൽ സിന്തസിസ് mRNAs യൂസിങ് ഓൾ ബേസസ് ആൻഡ് എൻസൈം പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ്. നീരൻബർഗും ടീം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ,
എം ആർ എൻ സിന്തസൈസ് ചെയ്തു യൂസിങ് ഓൾ ബേസസ്, എല്ലാ ബേസും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, എം ആർ എൻ സിന്തസൈസ് ചെയ്തു. ആൻഡ് അവിടെ എൻസൈം യൂസ് ചെയ്തത് പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ആണ്. ഈ എൻസൈം അവർ ഐസൊലേറ്റ് ചെയ്തെടുത്തത് അസറ്റോബാക്ടർ വിനലാൻഡി ഓർ മൈക്രോകോക്കസ് ലൈസോഡക്റ്റിക്കസ് എന്നാണ് കിട്ടിയത്. നീരംബർഗൻ മത്തായി ഫസ്റ്റ് സിന്തസൈസ് പോളി യു മെസ്സഞ്ചർ ആർ എൻ എ. അവർ ആദ്യം ചെയ്തത് പോളി യു മെസ്സഞ്ചർ ആർ എൻ എയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അല്ലെങ്കിൽ പോളി യൂറിഡിലിക് എം ആർ എൻ എയാണ് ഉണ്ടാക്കിയത്. ആൻഡ് ആഡഡ് ഇറ്റ് ടു ദ സെൽ ഫ്രീ സിസ്റ്റം ഓഫ് ഈക്വൾ. എന്നിട്ട് അതിന് എന്ത് ചെയ്തു, ഈക്വളുടെ സെൽ ഫ്രീ സിസ്റ്റത്തിൽ ഇട്ടുകൊടുത്തു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് പോളി ഫീനൈൽ അലാനിൻ ആയിരുന്നു. അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് എ പെപ്റ്റൈഡ് ചെയിൻ ഫോംഡ് ഓഫ് പോളി അല്ലെങ്കിൽ പെപ്റ്റൈഡ് ചെയിൻ ഓഫ് ഓൺലി ഫീനൈൽ അലാനിൻ. ഫീനൈൽ അലാനിൻ മാത്രമാണ് ഉണ്ടായത്. ദസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് കോഡോൺ ഈസ് യു. ഓക്കെ, ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത കോഡോൺ എന്ന് പറയുന്നത് യു ആണ്. ആൻഡ് ഇറ്റ് കോഡ് ഫോർ ഫീനൈൽ അലാനിൻ. ഓക്കെ, ഫർദർ നീരംബർഗും ടീം എന്ത് ചെയ്തു, പ്രൊഡ്യൂസ്ഡ് പോളി എ, അതുപോലെ പോളി സി, പോളി ജി മെസ്സഞ്ചർ ആർ എൻ എസ് ഒക്കെ ഉണ്ടാക്കി. ആൻഡ് വൈ അവരൊക്കെ എന്ത് ചെയ്തു, പിന്നീട് പ്രോട്ടീൻ സിന്തസിസ് സിസ്റ്റത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദേ കുഡ് പ്രൂവ് ദാറ്റ് എ കോഡ് ഫോർ ലൈസിൻ. അങ്ങനെ അവർ കണ്ടെത്തിയത് എ കോഡോൺ എന്ത് ചെയ്തു, കോഡ് ചെയ്യുന്നത് ലൈസിന് വേണ്ടിയിട്ടാണ്. സി കോഡ് ചെയ്യുന്ന പ്രൊലൈനാണ്. ജി കോഡ് ചെയ്യുന്ന ഗ്ലൈസിനാണെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ജനറ്റിക് കോഡിനെ എന്താ ചെയ്യുന്നവർ, അവർ ക്രാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദിസ് മാർക്ക് ദ ഫിനോമിനൽ ഇവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോളിക്കുലർ ബയോളജി, നെയിംലി ഡെസിഫറിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് ദ ജനറ്റിക് കോഡ് ഓർ അസൈൻമെൻറ്റ് ഓഫ് കോഡോൺസ് ഫോർ സ്പെസിഫിക് അമിനോ ആസിഡ്സ്. അവിടെ എന്താണ് അവർ ചെയ്തത്, ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ഹിസ്റ്ററിയിൽ. അതായത് അവിടെ ഡെസിഫറിങ്, ആ ജനറ്റിക് കോഡ് നമ്മൾ ക്രാക്ക് ചെയ്തു അല്ലെങ്കിൽ ഡെസിഫർ ചെയ്തിട്ട് എന്തുണ്ടായി, ക്രാക്കിംഗ് ഓഫ് ജനറ്റിക് കോഡ്. ഇതിനാണ് നമ്മൾ ഡെസിഫറിങ് അല്ലെങ്കിൽ ക്രാക്കിംഗ് ഓഫ് ദി ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓഫ് കോഡോൺസ് ഫോർ സ്പെസിഫിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ലൈസിൻ, പ്രൊലൈൻ, ഗ്ലൈസിനൊക്കെ ആരൊക്കെയാണ് കോഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലേ. ലൈസിന് കോഡ് ചെയ്യുന്നത്, സി എന്ത് ചെയ്യുന്നു, പ്രൊലൈനെ കോഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി. ഇനി നീരംബർഗും അസോസിയേറ്റ്സും കുഡ് ഇനീഷ്യലി ഡെസിഫർ 4 ഔട്ട് ഓഫ് 64 കോഡോൺസ്. അവർക്ക് 64 കോഡോൺസ് ഉണ്ടെന്ന് അറിയാം. അതിൽ 4 അവർക്ക് ഇനീഷ്യലി ഡെസിഫർ ചെയ്യാൻ പറ്റി യൂസിങ് ഹോമോ പോളിമറിക് എം ആർ എൻ എസ്. അവിടെ അവർ യൂസ് ചെയ്തൊക്കെ ഹോമോ പോളിമറിക് എം ആർ എൻ എസ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള 60 കോഡോൺസിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് കോ പോളിമറിക് ആർട്ടിഫിഷ്യൽ എം ആർ എൻ എസ് ആയിരുന്നു. സിന്തസൈസ്ഡ് യൂസിങ് 2 or more കൈൻഡ് ഓഫ് ബേസസ്. അതായത് അവിടെ ആദ്യം യൂസ് ചെയ്തൊക്കെ ഒരേപോലത്തെ ബേസസ് ആണല്ലേ, സി അങ്ങനെ. പക്ഷേ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ബാക്കി 60 കോഡോൺസിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തത് എന്താണ്, കോ പോളിമറിക് ആർട്ടിഫിഷ്യൽ എം ആർ എൻ എസിനെ യൂസ് ചെയ്തു. അതായത് ACC പോലുള്ള യൂസ് ചെയ്തു. And they could establish that if 2 different bases are used in equal proportion, an mRNA with 8 kinds of triplet codons will be produced. അതായത് 2 ഡിഫറെൻറ്റ് ബേസസ് അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈക്വൽ പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 8 kinds of triplet codons ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. ആൻഡ് ഇഫ് 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബേസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 27 kinds of codons ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. ആൻഡ് ബൈ യൂസിങ് ആർട്ടിഫിഷ്യൽ കോപോളിമറിക് mRNAs, നീരംബർഗ് എന്ത് ചെയ്തു, ഒരുപാട് അമിനോസിനെ ക്രാക്ക് ചെയ്തു. ഏതൊക്കെയെന്ന് വെച്ചാൽ അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ഗ്ലൈസിൻ, പ്രൊലൈൻ, സെറിൻ, അർജിനിൻ, സിസ്റ്റീൻ, മെത്തിയോണിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരുപാട് അമിനോസിനെ അവർ ക്രാക്ക് ചെയ്തു. നീരംബർഗിൻ്റെ കഴിഞ്ഞപ്പോൾ ഒക്കോവ ആൻഡ് ഹിസ് ടീം ക്യാരിഡ് ഔട്ട് സിമിലർ സ്റ്റഡീസ്. ആൻഡ് ദ എഫേർട്ട് ഓഫ് ദീസ് 2 groups കോംപ്ലിമെൻറ്റഡ് ഈച്ച് അതർ വിത്ത് റിസൾട്ട് ദാറ്റ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് മെനി കോഡോൺസ് കുഡ് ബി റിവീൽഡ്. അങ്ങനെ മിക്കവാറും എല്ലാ കോഡോൺസിൻ്റെയും എംപിരിക്കൽ ഫോർമുല, അതായത് ഈ കോഡോൺസൊക്കെ ആരെന്നെയാണ്, ഏത് അമിനോസിനെയാണ് കോഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി. ഹൗവർ ദ എക്സാക്ട് ബേസ് സീക്വൻസ് ഓഫ് ഈച്ച് കോഡോൺ വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് AAA, CCC ആൻഡ് GGG കുഡ് നോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ്. അവർക്ക് എന്ത് മനസ്സിലായില്ല, എക്സാക്ട് ബേസ് സീക്വൻസ് AAA, CCC, GGG ഒഴികെ ബാക്കി എല്ലാവരുടെയും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. എന്നിട്ട് 1964 നീരംബർഗും ലീഡർ എന്ന സയൻറ്റിസ്റ്റും നീരംബർഗും കൂടി എന്ത് ഡെവലപ്പ് ചെയ്തു, ബൈൻഡിങ് അസേ അല്ലെങ്കിൽ ബൈൻഡിങ് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തു. ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് ബേസ് സീക്വൻസ് ഓഫ് കോഡോൺസിൻ്റെ എക്സാക്ട് ബേസ് സീക്വൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവർ ബൈൻഡിങ് അസേ അല്ലെങ്കിൽ ബൈൻഡിങ് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. ദേ കുഡ് ഫൈൻഡ് ദാറ്റ് എ സിന്തറ്റിക് ട്രൈന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ഒരു mRNA കോഡോൺ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് ട്രൈന്യൂക്ലിയോട്ടൈഡ് എന്താണ്, ഒരു mRNA കോഡോൺ ആണ്. എ റൈബോസോം ആൻഡ് an amino cell tRNA can form a complex in the presence of high molarity magnesium chloride provided the selected codon code for same amino acid that is attached to the tRNA. അവരെന്താ ചെയ്തത്, അവർ ഫൈൻഡ് ചെയ്തു, അതായത് ഒരു സിന്തറ്റിക് ട്രൈന്യൂക്ലിയോട്ടൈഡ് mRNA കോഡോൺ, സിന്തറ്റിക് ട്രൈന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ എന്താണ് mRNA കോഡോൺ, റൈബോസോം, അതുപോലെ തന്നെ അമിനോ സെൽ tRNA, അവർക്കൊരു കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് പ്രൊവൈഡഡ്, അവിടെ എന്താണ് എന്താ വേണ്ടത്, അവിടെ സെലക്റ്റഡ് കോഡോൺ കോഡ് ഫോർ സെയിം അമിനോ ആസിഡ് ദാറ്റ് ഇസ് അറ്റാച്ച് ടു tRNA ഇട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അമിനോ ആസിഡിനെ തന്നെ എന്ത് വേണം, കോഡോൺ കോഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി.
And it is also found that a nitrocellulose filter can block the passage of this codon ribosome amino acid tRNA complex across it. ഒരു നൈട്രോസെല്ലോസ് ഫിൽറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബ്ലോക്ക് ദ പാസേജ് ഓഫ് ഈ കോഡോൺ റൈബോസോം അമിനോ ആസിഡ് tRNA കോംപ്ലക്സിനെ അതിലൂടെ പാസ് ചെയ്യുന്നത് നൈട്രോസെല്ലോസ് ഫിൽറ്റർ പേപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായി. അതിൻ്റെ ഈ ഒബ്സർവേഷൻ്റെ ബേസിസിൽ നീരംബർഗും ടീമും എന്ത് ചെയ്തു? ദേ കുഡ് ഡിറ്റർമൈൻ വിച്ച് mRNA കോഡോൺ കോഡ് ഫോർ എ പർട്ടിക്കുലർ അമിനോ ആസിഡ്. അവർക്ക് മനസ്സിലായി ഏത് mRNA കോഡോൺ ആണ് ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അങ്ങനെ നീരംബർഗും ലീഡറും ആർട്ടിഫിഷ്യലി 64 കൈൻഡ്സ് ഓഫ് mRNA ട്രിപ്പിൾ കോഡോൺസ് സിന്തസൈസ് ചെയ്തു ആൻഡ് അറ്റാച്ച് ദം ടു റൈബോസോംസ്. ഇതിൻ്റെ അതിന് റൈബോസോംസ്ക്ക് അറ്റാച്ച് ചെയ്തു. ദീസ് കോഡോൺ റൈബോസോം കോംപ്ലക്സ് വെർ ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് tRNAs. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ കോംപ്ലക്സുകൾ തന്നെ tRNA ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് tRNAsക്ക് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ മഗ്നീഷ്യം അയോൺസിൻ്റെ ഉണ്ടായിരുന്നു, കോൺസെൻട്രേഷൻ വേണം. എല്ലാ പ്രോട്ടോജനിക് ഓൾ പ്രോട്ടോജനിക് അമിനോ ആസിഡ്സ് വേണം. ആൻഡ് എൻസൈം അമിനോ ആസിഡ് tRNA സിന്തറ്റൈസും വേണം. ഈ എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി tRNA എന്ത് ചെയ്തു? ഗോട്ട് അറ്റാച്ച്ഡ് ടു സ്പെസിഫിക് കൈൻഡ് ഓഫ് അമിനോ ആസിഡ് ആൻഡ് ഫോംഡ് ആൻ അമിനോ ആസിഡ് tRNA കോംപ്ലക്സ്. ഈ അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് ഫോം ചെയ്തു. അതായത് tRNA പോയിട്ട് അമിനോ ആസിഡിനായിട്ട് ബൈൻഡ് ചെയ്തു. ആൻറ്റികോഡോൺ ഓഫ് ദിസ് tRNA ദെൻ ബൗണ്ട് ടു കോംപ്ലിമെൻ്ററി കോഡോൺ ഓഫ് ദ കോഡോൺ റൈബോസോം കോംപ്ലക്സ്. tRNAയുടെ ആൻറ്റികോഡോണ് കോഡോൺ റൈബോസോം കോംപ്ലക്സിൻ്റെ കോംപ്ലിമെൻ്ററി കോഡോണായിട്ട് ബൈൻഡ് ചെയ്ത് പോയിട്ട് അപ്പോൾ എന്തുണ്ടായി? റൈബോസോം അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് ഫോം ചെയ്തു. ഈ ഹോൾ മിക്സറിനെ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്തു. ആൻഡ് ദ കോഡോൺ റൈബോസോം അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് അബ്സോർബ്ഡ് ഓൺ ദ മെംബ്രെയിൻ ആൻഡ് ഓൾ അതർ അൺകോംപ്ലക്സ്ഡ് കോൺസ്റ്റൻസിനെ എന്ത് ചെയ്തു? മെംബ്രെയിനിൽ കൂടെ ഫ്രീലി പാസ് ചെയ്തു. ആൻഡ് ദ അഡ്സോർബ്ഡ് കോംപ്ലക്സ് ആർ ദെൻ ഐസൊലേറ്റഡ് ആൻഡ് ദ അമിനോ ആസിഡ് ആൻഡ് കോഡോൺ ഓഫ് ഈച്ച് ഓഫ് ദം ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് ഏത് കോഡോൺ ആണ് ഏത് അമിനോ ആസിഡാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത് അവർ മനസ്സിലാക്കി. ആൻഡ് ബേസ് സീക്വൻസ് ഓഫ് ഈച്ച് കോഡോൺ ഓഫ് ദ കോംപ്ലക്സ് കോഡ്സ് ഫോർ അമിനോ ആസിഡ് ഓഫ് ദ കോംപ്ലക്സ്. എന്നിട്ട് മനസ്സിലാക്കി ഏത് കോഡോണിൻ്റെ ബേസ് സീക്വൻസ് മനസ്സിലാക്കി. അമിനോ ആസിഡിനായിട്ട് ബൈൻഡ് ചെയ്തുള്ള കോഡോണിൻ്റെ ബേസ് സീക്വൻസ് മനസ്സിലാക്കി. അങ്ങനെ നീരംബർഗിനും ലീഡറിന് എന്ത് ചെയ്യാൻ പറ്റി? ദേ ക്യാൻ ഡിറ്റർമൈൻ ദ എക്സാക്ട് ബേസ് സീക്വൻസ് ഓഫ് ദ കോഡോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് പ്രോട്ടോജനിക് അമിനോ ആസിഡ്സ്. മിക്കവാറും എല്ലാ പ്രോട്ടോജനിക് അമിനോ ആസിഡ്സിൻ്റെയും എക്സാക്ട് ബേസ് സീക്വൻസ്, അവരെ കോഡോൺസിൻ്റെ എക്സാക്ട് ബേസ് സീക്വൻസ് കണ്ടെത്താൻ ഇവർക്ക് പറ്റി. ഓക്കെ, അങ്ങനെയാണ് അവർ ഫുള്ളി ക്രാക്ക് ചെയ്തത് ജനറ്റിക് കോഡിനെ. പിന്നെ വേറൊന്നാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹർഗോവിന്ദ് ഖൊറാന. അതായത് ഹർഗോവിന്ദ് ഖൊറാന ആൻഡ് ടീം എന്ത് ചെയ്തു? നീരംബർഗിൻ്റെയും മത്തായിൻ്റെയും ഇത് കഴിഞ്ഞ സമയത്ത് ദ ഡിവൈസ്ഡ് ആൻ ഇൻജീനിയസ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ബേസ് സീക്വൻസ് ഓഫ് കോഡോൺസ്. അവരും എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയുള്ള DNA-യും mRNA-യും വെച്ചിട്ട് അവരും ഇതുപോലെ എന്താണ് ബേസ് സീക്വൻസ് കോഡോണിൻ്റെ ബേസ് സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നോക്കി. യൂസിങ് സിന്തറ്റിക് DNA യൂസ് ചെയ്തോടെ ഖൊറാന ആൻഡ് ടീം സക്സീഡഡ് ഇൻ സിന്തസൈസിങ് കോപോളിമറിക് mRNAs സിന്തസൈസ് ചെയ്തു ഓഫ് നോൺ റിപ്പീറ്റിംഗ് സീക്വൻസസ്. ദീസ് കോപോളിമറിക് mRNA വെർ ദെൻ യൂസ്ഡ് ഫോർ ജനറ്റിക് ട്രാൻസ്ലേഷൻ. അങ്ങനെയുള്ള mRNA അവർ ജനറ്റിക് ട്രാൻസ്ലേഷൻ ചെയ്തു. ആൻഡ് ദ കോലിനറിറ്റി ബിറ്റ്വീൻ ദ ബേസ് സീക്വൻസസ് ഓഫ് ട്രിപ്ലറ്റ് കോഡോൺസ് ഓഫ് ദ mRNA ആൻഡ് ദ അമിനോ ആസിഡ് സീക്വൻസസ് ഓഫ് ദ റിസൾട്ടിംഗ് പോളിപെപ്റ്റൈഡ് ചെയിൻ gives a clear picture about the exact base sequence of a codon that specifies a particular amino acid. അങ്ങനെ അവർ ആ കോലിനറിറ്റി ഉണ്ടല്ലോ, ആ ബേസ് സീക്വൻസ് ട്രിപ്ലറ്റ് കോഡോണിൻ്റെ ബേസ് സീക്വൻസും mRNA അമിനോ ആസിഡിൻ്റെ അപ്പോൾ തന്നെ അമിനോ ആസിഡ് സീക്വൻസ് തമ്മിലുള്ള ആ കോലിനറിറ്റി നോക്കിയിട്ട് അവർക്ക് എന്ത് മനസ്സിലായി? എക്സാക്ട് ബേസ് സീക്വൻസ് കോഡോണിൻ്റെ എക്സാക്ട് ബേസ് സീക്വൻസ് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, എന്നിട്ട് അവർക്ക് മനസ്സിലായി 64 കോഡോണിൽ 61 സെൻസ് കോഡോൺസാണ്. അതൊക്കെ അവരൊക്കെ അമിനോ ആസിഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് സ്പെസിഫൈ അമിനോ ആസിഡ്സ് ആൻഡ് റിമൈനിങ് 3 പറയുന്നത് സ്റ്റോപ്പ് കോഡോൺസ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഈ കണ്ടെത്തലിന് അവർക്ക് ഈ നീരംബർഗ് ഖൊറാന ആൻഡ് ഹോളി ഷെയർഡ് 1968 നോബൽ പ്രൈസ് ഷെയർ ചെയ്തു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് എന്താണ് വോബിൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത്. കോഡിൻ്റെ ഡീജനറസി പറയാൻ വേണ്ടിയിട്ടാണ് 1966 ക്രിക്കാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത് വോബിൾ ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു ഇറ്റ് ഓൺലി ദ ഫസ്റ്റ് 2 bases ഓഫ് ദ ആൻറ്റികോഡൺ ഓഫ് tRNA പെയർ വിത്ത് ദ 2 കറസ്പോണ്ടിങ് bases ഓഫ് ദ ട്രിപ്ലറ്റ് കോഡൺ ഓഫ് mRNA. അതായത് നോർമൽ പെയറിംഗ് റൂൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ. നോർമൽ പെയറിംഗ് റൂൾസ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? അതായത് അതുപോലെ GC-നായിട്ട് ബൈൻഡ് ചെയ്യും. അത് അറിയാമല്ലോ. ആ നോർമൽ പെയറിംഗ് റൂൾസിൻ്റെ ബേസിൽ ഈ ഫസ്റ്റ് 2 ഇപ്പോൾ CG എന്നുള്ളതിൽ AC ആണ് ഫസ്റ്റ് 2 കോഡോൺസ്. ഈ ഫസ്റ്റ് 2 കോഡോൺ മാത്രമാണ് ഫസ്റ്റ് 2 ബേസസ്. ആ ഫസ്റ്റ് 2 ബേസസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? tRNAയുടെ ആൻറ്റികോഡോണിനായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. അതായത് ബൈൻഡ് ചെയ്യുള്ളൂ, പെയർ ചെയ്യുള്ളൂ. മനസ്സിലായി? ഓക്കെ, ട്രിപ്ലറ്റ് കോഡോണിൽ ആദ്യത്തെ 2 ബേസുകളാണ് tRNAയുടെ ആൻറ്റികോഡോണിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് മനസ്സിലായി. തേർഡ് ബേസ് ഇൻ ദ ആൻറ്റികോഡോൺ ഹൗവർ ഹാസ് സം എമൗണ്ട് ഓഫ്
പ്ലേ അല്ലെങ്കിൽ വോബിൾ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് തേർഡ് ബേസ് ആൻറ്റികോഡണിൽ തേർഡ് ബേസ് എന്തുണ്ട്, അവിടെ ഒരു വോബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേ നടക്കുന്നുണ്ട് മനസ്സിലായി. ദാറ്റ് പെർമിറ്റ്സ് ഇറ്റ് ടു പെയർ വിത്ത് എനി ബേസ് ഇൻ ദ തേർഡ് പൊസിഷൻ ഓഫ് ഡിഫറെൻറ്റ് mRNA കോഡോൺസ്. ആ തേർഡ് പൊസിഷനിലുള്ള ബേസിന് എന്താണ് ഡിഫറെൻറ്റ് mRNA കോഡോണായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ദസ് എ സിംഗിൾ tRNA ടൈപ്പ് ക്യാൻ റെക്കഗ്നൈസ് 2 or more കോഡോൺസ് ഡിഫറിങ് ഓൺലി ഇൻ ദ തേർഡ് ബേസ്. അപ്പോൾ എന്ത് മനസ്സിലായി, ഒരു സിംഗിൾ tRNAക്ക് അവരുടെ തേർഡ് ബേസിൽ ഡിഫറൻസിലുള്ള 2 or more കോഡോൺസിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബൈൻഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. സോ ദ ആൻറ്റികോഡൺ UCG ഓഫ് സെറീൻ tRNA റെക്കഗ്നൈസസ് 2 കോഡോൺസ് AGC ആൻഡ് AGU. അതായത് ഇപ്പോൾ സെറീൻ tRNAയുടെ UCG ആണ് ആൻറ്റികോഡൺ എന്ന് വിചാരിക്കാം. ആ ആൻറ്റികോഡൺ എന്ത് ചെയ്യാൻ പറ്റും, AGC-നായിട്ടും ബൈൻഡ് ചെയ്യാം, AGU-നായിട്ടും ബൈൻഡ് ചെയ്യാം. ദ ബോണ്ടിങ് ബിറ്റ്വീൻ UCG ആൻഡ് AGC ഫോളോസ് ദ യൂഷ്വൽ പാറ്റേൺ, ബട്ട് ഇൻ UCG ആൻഡ് AGU pairing ഹൈഡ്രജൻ ബോണ്ടിങ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ G ആൻഡ് U, വിച്ച് ഈസ് ദ ഡിപ്പാർച്ചർ ഫ്രം ദ യൂഷ്വൽ വാട്സൺ ക്രിക്ക് ബേസ് പെയറിങ്. ശരിക്കും വാട്സൺ ക്രിക്ക് ബേസ് പെയറിങ്ങിൽ G ആൻഡ് U എന്ന് പറയുമ്പോൾ അവിടെ ബൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊരു എന്താണ്, അവിടെ ഒരു വോബിളാണ് നടക്കുന്നത്. അതിനാണ് വോബിൾ പെയറിംഗ് എന്ന് പറയുന്നത്. സച്ച് എ ടൈപ്പ് ഓഫ് നോൺ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ബേസ് പെയറിങ്ങിനാണ് നമ്മൾ പറയുക വോബിൾ പെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ tRNAക്ക് എന്താണ്, ഈ സിംഗിൾ tRNA കനോട്ട് റെക്കഗ്നൈസ് മോർ ദാൻ 3 ഡിഫറെൻറ്റ് mRNA കോഡൺസ്. അവിടെ അതും പറയുന്നുണ്ട്, ഒരു സിംഗിൾ tRNAക്ക് മോർ ദാൻ 3 ഡിഫറെൻറ്റ് mRNA കോഡൺസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് വോബിൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജനറ്റിക് കോഡിനെ ക്രാക്ക് ചെയ്തത്, അതുപോലെ തന്നെ ആരൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നോക്കിയത്, നീരൻബർഗ്, അതുപോലെ ഹർഗോബിൻ കൊറാന ഒക്കെയാണ് നോക്കിയത്. പിന്നെ അതുപോലെ വോബിൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ജനറ്റിക് എക്സ്പ്രഷൻ്റെ ബാക്കി സ്റ്റെപ്പുകളായിട്ടുള്ള ശരിക്കും അതിൽ വരുന്ന സ്റ്റെപ്പുകൾ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ നോക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.